ഒരു കാലത്ത് ഞാൻ ഈ എൽവിൻ എന്ന് പറഞ്ഞ ആൾ വലിയ നരവംശ ശാസ്ത്രജ്ഞനാണ്, അങ്ങനെയാണ് ഈ സിലബസിലൊക്കെ അങ്ങനെയാണല്ലോ വരിക. വെറിയർ എൽവിൻ എന്ന് പറഞ്ഞൊരാൾ. ഈ പ്രേക്ഷകരും ഈ വെറിയർ എൽവിൻ എന്ന് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ പല ആളുകളും ഇയാൾ വലിയ നരവംശ ശാസ്ത്രജ്ഞനാണ്, ആന്ത്രപ്പോളജിസ്റ്റാണ്, വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് എന്നൊക്കെ വായിച്ച് ഞാനും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇയാൾ എഴുതിയിട്ടുള്ളത്. ഇയാൾ വലിയ പുള്ളിയാണെന്നൊക്കെ നമ്മൾ ഈ സിലബസിലുമൊക്കെ വായിക്കുന്നത് ഒക്കെ വെച്ചിട്ട്. ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരവംശ ശാസ്ത്രം എന്ന വ്യാജേന ഇയാൾ സത്യത്തിലൊരു മിഷനറി പ്രവർത്തനമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നരവംശ ശാസ്ത്രമാണല്ലോ ശരിക്കും ഇത് പഠിക്കുന്നത്, ഗോത്രവർഗം എങ്ങനെ, എന്ത്, ഏത്, ഇവരുടെ പരിപാടികൾ എങ്ങനെ എന്ന് പറഞ്ഞിട്ട്. ഈ വെറിയർ എൽവിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഗോത്രവർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് അവരെ മതം മാറ്റുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഈ നരവംശ ശാസ്ത്രത്തിൻ്റെ മുഖം മൂടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ പരിപാടികൾ ഈ നോർത്ത് ഈസ്റ്റിൽ വലിയ പേരായിരുന്നു ഇദ്ദേഹത്തിന്. ഈ മദർ തെരേസയെ നമ്മൾ ഇവിടെ പല ആളുകളും കൊണ്ടാടുന്നില്ലേ, ശരിക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ. അതുപോലെ വെറിയർ എൽവിനെ കൊണ്ടാടിയിട്ടുണ്ട് നമ്മളൊരു കാലത്ത് ഇന്ത്യയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.